നഗരത്തിൻ്റെ പ്രധാന വീഥികൾ ഉറക്കത്തിലേക്ക് വഴുതുമ്പോഴും ഇരുളടഞ്ഞ ആ ഇടുങ്ങിയ തെരുവ് പതുക്കെ കണ്ണു തുറക്കുകയായിരുന്നു. ആകാശത്ത് നിലാവ് ഉണ്ടെങ്കിലും ഉയർന്നു നിൽക്കുന്ന പഴയ കെട്ടിടങ്ങൾക്കിടയിൽ അത് എവിടെയോ ശ്വാസം മുട്ടി മരിച്ചു പോയിരുന്നു. മിന്നി മിന്നി കത്തുന്ന പഴയ തെരുവ് വിളക്കുകളിലെ മഞ്ഞവെളിച്ചം റോഡിലെ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ തട്ടി വിറ കൊള്ളുന്നുണ്ട്. പായൽ പിടിച്ച ചുവരുകളിൽ കീറിപ്പറഞ്ഞ പഴയ സിനിമാ പോസ്റ്ററുകൾ കാറ്റിൽ ഇളകിയാടുമ്പോൾ വായുവിലെ വിലകുറഞ്ഞ പെർഫ്യൂമുകളുടെയും പുകയിലകളുടെയും ഗന്ധം അസഹനീയമായി തങ്ങി നിൽക്കുന്നു. ദൂരെ എവിടെയോ ഒരു നായയുടെ ദീനമായ ഓരിയിടലും ഇടയ്ക്കിടെ അടഞ്ഞുപോകുന്ന കതകുകളുടെയും അടക്കിപ്പിടിച്ച പരിഹാസച്ചിരികളുടെയും ശബ്ദം ആ തെരുവിലെ നിശബ്ദതയെ ഖേദിക്കുന്നുണ്ട്. ഒരു പഴയ തടിവാതിലിൻ്റെ അരികിലെ ജനാലയിലൂടെ മായ പുറത്തേക്ക് നോക്കി നിന്നു. അവളുടെ മുറിയിലെ മങ്ങിയ ചുവന്ന വെളിച്ചം മുഖത്ത് വീഴുമ്പോൾ കടും ചായം തേച്ച ആ മുഖത്ത് സൗന്ദര്യത്തെക്കാളേറെ നിഴലിച്ചിരുന്നത് ജീവിതത്തോടുള്ള മടുപ്പും ഉള്ളിലെവിടെയോ കത്തിയമരുന്ന കനലുകളും മാത്രമായിരുന്നു. ജനാലയ്ക്കൽ അവൾ ഇരിക്കുന്നത് കേവലം ഒരാൾക്ക് വേണ്ടിയല്ല, മറിച്ച് തൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നായി കുഴിച്ചു മൂടപ്പെട്ട ആ ഇരുണ്ട തെരുവിലെ മറ്റൊരു വിരസമായ രാത്രിയെ വരവേൽക്കാനായിരുന്നു. തെരുവിലൂടെ കടന്നുപോകുന്ന ഓരോ അപരിചിതൻ്റെയും കണ്ണുകളിലെ ക്രൂരമായ കാമം കാണുമ്പോൾ അവൾ തൻ്റെ തണുത്ത കൈകൾ മുറുക്കി പിടിച്ചു. തൻ്റെ വിരലിലെ ചായം പടർന്ന നഖങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ തെരുവ് അവൾക്കൊരു വലിയ ജയിൽ പോലെ തോന്നി. അവിടുത്തെ ഓരോ മണൽത്തരിയും അവളുടെ നിസ്സഹായതയെ നോക്കി പരിഹസിക്കുന്നത് പോലെയായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ട പഴയ ഗ്രാമത്തെയും അച്ഛൻ്റെ ചിരിയെയും ഓർത്തപ്പോൾ അവളുടെ കണ്ണുകളിൽ കരിമഷി പടർന്നു. ആ ഇരുട്ടിൽ അവൾ ഒരു രൂപം മാത്രമായി മാറുകയായിരുന്നു. പേരില്ലാത്ത, മേൽവിലാസമില്ലാത്ത, ആർക്കും വില കൊടുത്ത് വാങ്ങാവുന്ന വെറുമൊരു ശരീരം മാത്രമായി അവൾ അവിടെ തളച്ചിടപ്പെട്ടു. ആ ഇരുണ്ട മുറിയിലെ ജനാലയ്ക്കൽ നിൽക്കുമ്പോൾ മായയുടെ മനസ്സ് കാലത്തിൻ്റെ തിരശീലകൾ നീക്കി പിന്നിലേക്ക് സഞ്ചരിച്ചു. കൺമുന്നിലെ കരിപിടിച്ച ചുവരുകൾക്ക് പകരം പച്ചപ്പുള്ളൊരു ഗ്രാമം തെളിഞ്ഞു വന്നു. അവിടെ തുമ്പപ്പൂക്കൾ വിരിയുന്ന തൊടിയിൽ പാവാടത്തുമ്പ് ഉയർത്തിപ്പിടിച്ച് ഓടി നടന്ന പഴയൊരു മായയുണ്ടായിരുന്നു. പാവപ്പെട്ടവനാണെങ്കിലും അന്തസ്സുള്ള ഒരു അച്ഛൻ്റെ തണലിൽ വളർന്നവൾ. അന്ന് അവളുടെ ലോകം ആ ഗ്രാമത്തിലെ സ്കൂളും പുഴക്കടവിലെ കൂട്ടുകാരും വൈകുന്നേരങ്ങളിൽ അമ്മ നൽകുന്ന ചൂടുള്ള ചായയും മാത്രമായിരുന്നു. അച്ഛൻ്റെ വിയർപ്പിൻ്റെ മണമുള്ള ഷർട്ടിൽ മുട്ടി നിൽക്കുമ്പോൾ താൻ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടത്താണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരു മഴക്കാലം അവളുടെ ജീവിതത്തെയാകെ ഒഴുക്കിൽ കൊണ്ടുപോയി. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം ആ വീടിൻ്റെ നെടുംതൂൺ തകർത്തു. പിന്നാലെ വന്നത് പട്ടിണിയും കടക്കാരുടെ ഭീഷണിയുമായിരുന്നു. അനിയൻ്റെ മരുന്നിനും അമ്മയുടെ കണ്ണുനീരിനും മുന്നിൽ മായ എന്ന പെൺകുട്ടി നിസ്സഹായയായി. ആ സമയത്ത് സഹായത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഒരാൾ കടന്നു വന്നത്. നല്ലൊരു ജോലി നൽകുമെന്നും കുടുംബത്തെ രക്ഷിക്കാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു. അയാളുടെ വാക്കുകളിൽ വിശ്വസിച്ച് സ്വന്തം ഗ്രാമത്തിൻ്റെ തണലിൽ നിന്നും അവൾ പടിയിറങ്ങിയത് ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടായിരുന്നു. എന്നാൽ ചെന്നെത്തിയത് പെണ്ണുടലുകൾക്ക് വിലയിടുന്ന ചതിയുടെ ഈ കമ്പോളത്തിലായിരുന്നു. ആദ്യമൊക്കെ കരഞ്ഞും പൊരുതിയും നോക്കിയെങ്കിലും കാലം അവളുടെ ശബ്ദത്തെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ഒടുവിൽ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അവൾ ആ ചെളിയിൽ സ്വയം താഴ്ന്നു. ഇന്ന് ആ ഗ്രാമത്തിലെ പഴയ മായയും ഈ മുറിയിലെ പെൺകുട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓർമ്മകൾ പോലും ഒരു വിങ്ങലായി മാറുമ്പോൾ അവൾ ആ ചായം തേച്ച മുഖം കണ്ണാടിയിൽ നോക്കി വെറുപ്പോടെ തിരിഞ്ഞു നടന്നു. പുറത്ത് മഴ താണ്ഡവം പോലെ പെയ്തിറങ്ങുകയായിരുന്നു. ജനാലകൾക്കപ്പുറം ആ തെരുവ് വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. മായ തൻ്റെ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണാടിക്ക് മുന്നിലിരുന്നു. ചായം പടർന്ന തൻ്റെ മുഖം ഒരു അപരിചിതയെപ്പോലെ അവൾ നോക്കി നിന്നു. അപ്പോഴാണ് ആ തെരുവിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഒരു കാർ അവളുടെ വീടിന് മുന്നിൽ വന്നു നിന്നത്. ഹെഡ്ലൈറ്റിലെ തീക്ഷണമായ വെളിച്ചം അവളുടെ ജനാലയിലൂടെ അകത്തേക്ക് അടിച്ചപ്പോൾ അവൾ കണ്ണുകൾ വെട്ടിച്ചു.
വാതിലിൽ 3 തവണ പതുക്കെയുള്ള മുട്ടലുകൾ കേട്ടു. സാധാരണ വരാറുള്ളവരുടെ അക്രമാസക്തമായിട്ടുള്ള തട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായി ആ മുട്ടലുകളിൽ ഒരു തരം വിനയമുണ്ടായിരുന്നു. മായ പതുക്കെ ചെന്ന് വാതിൽ തുറന്നു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളുമായി തണുത്തു വിറച്ച് ഒരാൾ അവിടെ നിൽക്കുന്നു. അയാളുടെ കണ്ണുകളിൽ കാമത്തിൻ്റെയോ ലഹരിയുടെയോ ലാഞ്ചന പോലുമില്ലായിരുന്നു. പകരം ആഴക്കടൽ പോലെ ശാന്തമായ, എന്നാൽ എന്തോ വലിയ സങ്കടം ഒളിപ്പിച്ചു വെച്ച ഒരു നോട്ടം. മായ പതറിപ്പോയി. തന്നെ ഒരു ഉപഭോഗവസ്തുവായി മാത്രം കാണുന്നവർക്കിടയിൽ തന്നെ ഒരു മനുഷ്യജീവിയായി നോക്കുന്ന ഈ അപരിചിതൻ ആരാണെന്ന് അവൾ അത്ഭുതപ്പെട്ടു. അയാൾ മുറിക്കുള്ളിലേക്ക് കയറി. കുടമടക്കി മൂലയിൽ വെച്ചു. മായ പതിവ് രീതിയിൽ തൻ്റെ സാരിത്തുമ്പ് ഒന്നും ഒതുക്കി. മുഖത്തൊരു കൃത്രിമമായ പുഞ്ചിരി വരുത്തിക്കൊണ്ട് അയാളുടെ അരികിലേക്ക് നടന്നു. വരൂ. ഈ പെരുമഴയത്ത് എന്തിനാ വന്നത്? ശരീരമാണോ അതോ കുറച്ചു നേരത്തെ സുഖമാണോ വേണ്ടത്? അവളുടെ വാക്കുകളിൽ പരിഹാസവും മടുപ്പും കലർന്നിരുന്നു. എന്നാൽ അയാൾ ആ വാക്കുകൾ കേട്ട് ദേഷ്യപ്പെട്ടില്ല. പകരം അവിടെയുള്ള ആ പഴയ മരക്കസേരയിലിരുന്നിട്ട് ദീർഘമായി ഒന്ന് ശ്വസിച്ചു. എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം മായ. ഈ നഗരത്തിലെ ചതികളിൽ നിന്നും പച്ചയായ നുണകളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ എനിക്കൊരിടം വേണം. നീ എന്നെ വെറുതെ ഒന്ന് കേൾക്കാമോ? അയാളുടെ ശബ്ദത്തിലെ ആത്മാർത്ഥത മായയുടെ ഉള്ളിലെ വർഷങ്ങളായി ഉറച്ചുപോയ മഞ്ഞുപാളികളെ അലിയിച്ചു കളഞ്ഞു. അയാൾ തൻ്റെ പേര് ദേവൻ എന്ന് പറഞ്ഞപ്പോൾ മായ ആദ്യമായി സ്വന്തം പേര് ഒരാൾ ഇത്രയും ആദരവോടെ വിളിക്കുന്നത് കേട്ടു. അവൾ അയാൾക്ക് തോർത്തു നൽകുമ്പോൾ അവരുടെ വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ആ ചെറിയ സ്പർശനം മായയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. പണത്തിനു വേണ്ടി ശരീരം പങ്കിടുന്നവർക്കിടയിൽ മനസ്സ് പങ്കുവയ്ക്കാൻ വന്ന ആ മനുഷ്യൻ ആ രാത്രിയിൽ ആ മുറിക്കുള്ളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. പുറത്തെ മഴയേക്കാൾ ശക്തിയിൽ മായയുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പതുക്കെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ദേവൻ കസാരയിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. മുറിയിലെ ആ ചെറിയ ചുവന്ന ബൾബ് അണച്ച് ഒരു സാധാരണ വെളിച്ചമിടാൻ അയാൾ അവളോട് ആവശ്യപ്പെട്ടു. എനിക്ക് നിന്റെ ഈ കൃത്രിമമായ ചായം പൂശിയ മുഖമല്ല കാണേണ്ടത്, നിന്റെ ഉള്ളിലെ ആ പെൺകുട്ടിയെയാണ്. അയാളുടെ വാക്കുകൾ കേട്ട് നന്ദന വിറയ്ക്കുന്ന കൈകളോടെ വിളക്ക് മാറ്റി തെളിച്ചു. ഒരു ഗ്ലാസ് വെള്ളവുമായി അവൾ അയാളുടെ അരികിലിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു പുരുഷൻ്റെ അരികിൽ ഭയമില്ലാതെ അറപ്പില്ലാതെ അവൾ ഇരിക്കുന്നത്. ദേവൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഉയർന്ന ജോലി, വലിയ വീട്, പക്ഷെ സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ. പണത്തിന് പിന്നാലെ പായുന്ന ലോകത്ത് എല്ലാവരും തന്നെ ചതിക്കുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞ നിമിഷം. മായേ, നിന്നെ എല്ലാവരും വേശ്യ എന്ന് വിളിക്കുന്നുണ്ടാകാം, പക്ഷേ ഈ നഗരത്തിലെ മാന്യരെന്ന് നടിക്കുന്ന പലരേക്കാളും സത്യസന്ധത നിന്റെ കണ്ണിലുണ്ട്, അയാൾ പറഞ്ഞു. മായയുടെ ഉള്ളിൽ അണക്കെട്ട് പൊട്ടിയ പോലെ കണ്ണുനീർ ഒഴുകി. ഞാൻ എന്തിനാണ് ഈ ജീവിതത്തിലേക്ക് എത്തിയതെന്ന് തൻ്റെ തകർത്ത സ്വപ്നങ്ങളെക്കുറിച്ച്, അച്ഛനെക്കുറിച്ച് അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാളോട് പറഞ്ഞു. എന്നെ ആരും ഇതുവരെ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല ദേവേട്ട. എല്ലാവരും എൻ്റെ ശരീരം മാത്രം മതി. എൻ്റെ മനസ്സ് ആരും കണ്ടില്ല. അവൾ വിതുമ്പിക്കൊണ്ട് അയാളുടെ കാൽക്കലിരുന്നു. ദേവൻ പതുക്കെ അവളുടെ തലയിൽ കൈവച്ചു. ആ സ്പർശനത്തിൽ കാമമായിരുന്നില്ല, മറിച്ച് ഒരു സഹോദരൻ്റെയോ സുഹൃത്തിൻ്റെയോ കരുതലാണ് ഉണ്ടായിരുന്നത്. ഇന്നു മുതൽ നീ ഒറ്റയ്ക്കല്ല മായ. ഈ നരകത്തിൽ നിന്നും നിന്നെ ഞാൻ കൊണ്ടുപോകും. ലോകം നിന്നെ എന്ത് വിളിച്ചാലും എനിക്ക് നീ വെറുമൊരു പെൺകുട്ടിയാണ്, സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള ഒരുവൾ. ആ രാത്രിയിൽ ആ മുറിക്കുള്ളിൽ വിരിഞ്ഞത് ഒരു അവിഹിത ബന്ധമായിരുന്നില്ല, മറിച്ച് തകർന്ന രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ആഴത്തിലുള്ള ആത്മബന്ധമായിരുന്നു. പുറത്ത് മഴ തോർന്നു തുടങ്ങിയിരിക്കുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ തെരുവിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തെളിയുന്ന മങ്ങിയ നിലാവ് കാണാം. മുറിക്കുള്ളിൽ ഘടികാരത്തിൻ്റെ ടിക് ടിക് ശബ്ദം മാത്രം. മായയും ദേവനും കുറച്ചു നേരം ഒന്നും സംസാരിച്ചിട്ടില്ല. വർഷങ്ങളായി അവളുടെ ഉള്ളിൽ
കല്ലിച്ചുപോയ സങ്കടങ്ങൾ ആ രാത്രിയിലെ സംസാരത്തിലൂടെ അലിഞ്ഞു തീർന്നിരുന്നു. ദേവൻ എഴുന്നേറ്റ് ജനാലയ്ക്കൽ വന്നു നിന്നു. അയാൾ ആ ഇരുണ്ട തെരുവിലേക്ക് നോക്കി ഒരു നെടുവീർപ്പിട്ടു. ആ നിശബ്ദതയിൽ മായയുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യം അവളുടെ കണ്ണുകളിൽ നിഴലിച്ചു. ദേവൻ തിരിഞ്ഞു നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ പടർന്ന കരിമഷി അയാൾ തന്നെ തൂവാല കൊണ്ട് പതുക്കെ തുടച്ചു മാറ്റി. ഈ ചായങ്ങൾ ഇനി നിനക്ക് വേണ്ട മായ. നീ നിന്റെ ഈ മുറിയിലെ ഓരോ സാധനങ്ങളെയും ഒന്ന് നോക്കൂ. ഇതൊന്നും നിന്റേതല്ല, നിനക്ക് വിധിക്കപ്പെട്ടതുമല്ല. മായ ആ മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചു. ആ പഴയ കട്ടിൽ, ചായക്കൂട്ടുകൾ നിറഞ്ഞ മേശ, കരി പിടിച്ച ചുവരുകൾ, ഓരോന്നിനും ഓരോ പുരുഷൻ്റെ ക്രൂരമായ ഓർമ്മകൾ പറയാനുണ്ട്. അവൾക്ക് വല്ലാത്തൊരു അറപ്പ് തോന്നി. ആ മുറിയിൽ നിന്നും എത്രയും വേഗം ഓടി രക്ഷപ്പെടാൻ അവളുടെ ഉള്ളം കൊതിച്ചു. മായ പെട്ടെന്ന് തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ദേവേട്ടാ, ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? ഈ തെരുവിന് പുറത്ത് എന്നെ കാത്തിരിക്കുന്നത് പരിഹാസങ്ങൾ മാത്രമാണ്. ഞാൻ നടന്ന വഴികളിലെ ചെളി എൻ്റെ ശരീരത്തിൽ നിന്നും മായുമോ? അവളുടെ ഈ ചോദ്യത്തിന് ദേവൻ നൽകിയ മറുപടി വളരെ ശാന്തമായിരുന്നു. അയാൾ അവളുടെ കൈകൾ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ചെളി പുരണ്ടത് നിന്റെ ശരീരത്തിലാണ് മായ, നിന്റെ ആത്മാവിനല്ല. ആത്മാവ് ശുദ്ധമായവർക്ക് എവിടെയും തലയുയർത്തി നിൽക്കാം. നിന്റെ ഭൂതകാലം ഞാൻ ആരോടും പറയില്ല. എനിക്ക് നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ആ വാക്കുകൾ അവൾക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല. ദേവൻ അവളുടെ കൈ പിടിച്ച് വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ തണുത്ത പുലർക്കാല കാറ്റ് അകത്തേക്ക് വീശി. ദൂരെ ഒരു ക്ഷേത്രത്തിൽ നിന്നും സുപ്രഭാതം കേട്ടു തുടങ്ങിയിരിക്കുന്നു. മായ ആ മുറിയിലെ ലൈറ്റ് അണച്ചു. ആ ചുവന്ന ബൾബ് അണഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം അവസാനിക്കുകയായിരുന്നു. അവർ പടികൾ ഇറങ്ങി താഴെയെത്തി. ആ തെരുവ് അപ്പോഴും ഉറക്കത്തിലായിരുന്നു. പക്ഷേ ആ ഉറക്കത്തിന് ഒരു ശ്മശാനത്തിൻ്റെ ഭീകരതയുണ്ടായിരുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും താൻ സ്വതന്ത്രയാവുകയാണെന്ന് മായ തിരിച്ചറിഞ്ഞു. കാറിനടുത്തെത്തിയപ്പോൾ ദേവൻ അവൾക്കായി വാതിൽ തുറന്നു കൊടുത്തു. അവൾ കാറിനുള്ളിലിരുന്ന് ആ ജനാലയിലേക്ക് അവസാനമായി നോക്കി. അവിടെ ഇരുന്ന് കണ്ണീരോടെ രാത്രികൾ തള്ളി നീക്കിയ ആ പെൺകുട്ടി ഇപ്പോൾ അവിടെയില്ല. കാർ പതുക്കെ നീങ്ങിത്തുടങ്ങി. ആ തെരുവിൻ്റെ അതിരുകൾ കടന്നപ്പോൾ സൂര്യൻ്റെ ആദ്യ കിരണം കാറിൻ്റെ ഗ്ലാസ്സിൽ വന്ന് പതിച്ചു. മായ കണ്ണുകൾ അടച്ചു ആ വെളിച്ചത്തെ ആസ്വദിച്ചു. ഇന്നു മുതൽ നിന്റെ പേര് നിവേദിത എന്നാണ്, ദേവൻ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ച് പറഞ്ഞു. ആ പേര് കേട്ടപ്പോൾ അവളുടെ ചുണ്ടിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു യഥാർത്ഥ പുഞ്ചിരി വിരിഞ്ഞു. കാർ നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് മറഞ്ഞു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കഥാലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മനോഹരമായ കഥകളുമായി വീണ്ടും കാണാം. നന്ദി.